തിരുവനന്തപുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പിനായിട്ട് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിൽ ആദ്യം ഞങ്ങൾ പോയത് നമ്മുടെ പ്രശസ്തമായ ആഴിമല ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞങ്ങൾ ഇതിനു മുമ്പ് ധാരാളം പ്രാവശ്യം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. അത് മാത്രമല്ല, ഒരു വൺ ഡേ ട്രിപ്പുമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമ്മുടെ തുടക്കം ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളുങ്കുടിയിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. 58 അടി അഥവാ 18 മീറ്റർ ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത്. ജാതിമത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. അതിപ്പം തിരുവനന്തപുരത്തെ മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ക്ഷേത്ര കവാടത്തിലും ഗോപുരങ്ങളിലും ഒക്കെ ഗണപതി, മഹാവിഷ്ണു, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ എന്ന് തുടങ്ങിയ ധാരാളം ദൈവങ്ങളുടെ വർണ്ണാഭമായ ശില്പങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആ ഗംഗാധരേശ്വര ശില്പം കാണാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണിത്. നമ്മുടെ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ എൻട്രൻസ് ഫ്രീ ആണ് കേട്ടോ, പേയ്മെന്റ് ഒന്നുമില്ല. അതേസമയം ക്ഷേത്രം ക്ലോസ് ചെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ 20 രൂപ പേയ്മെന്റിൽ നമുക്കിവിടെ അകത്ത് കയറാം. എന്ന് വെച്ചാൽ ദിവസവും എല്ലാ സമയത്തും നമുക്ക് ഈ പ്രതിഷ്ഠ കാണാൻ ഇവിടെ കയറാവുന്നതാണ്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ആഴിമലയെ ഇത്രയും പ്രശസ്തമാക്കിയ ഈ ഗംഗാധരേശ്വര ശില്പത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ആളാണ് ഈ 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര രൂപത്തിന്റെ ശില്പി. 2014 ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. അതേ വർഷം ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിന്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലതു തുടയിലും പിന്നിലെ ഇടത് കൈയിൽ ത്രിശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ്. 20 അടി അഥവാ 6.1 മീറ്റർ ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന. ശിവരൂപത്തിന് താഴെ 3 നിലകളായി 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ധ്യാന മണ്ഡപം നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. അത് ഏകദേശം പണി പൂർത്തിയായി ഇപ്പം പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയ ദിവസം അത് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ ശില്പം നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നുവെന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നതായും പറയുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രം തുറന്ന് അവിടെയും പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി. ഇതാണ് ആ കേവ് ടെമ്പിളിലേക്കുള്ള എൻട്രൻസ്. അപ്പം ഇനി അടുത്ത തവണ വരുമ്പോൾ ആ വിശേഷങ്ങളും ഞാനൊരു ഷോർട്സ് ആക്കി ഇതിലിട്ടേക്കാം കേട്ടോ. ക്ഷേത്രത്തിന്റെ വലതുവശത്തായി കടൽ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. നേരത്തെ ഈ പാറകളിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ തിരക്ക് കൂടിയതുകൊണ്ട് തീർച്ചയായും അപകടങ്ങളും കൂടി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഭാഗത്തോട്ട് നമുക്ക് പോകാനേ പറ്റില്ല. അവിടെ ഒക്കെ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. ദൂരെ നിന്ന് നമുക്ക് ഈ കടലിന്റെ ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. നല്ല നീല കളറിലുള്ള കടല് ബാക്ക് സൈഡിലായിട്ടാണ് ഈ ശിവപ്രതിമ ഉള്ളത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗിയും കേട്ടോ.
വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ വന്നിരുന്നു എന്ന് ഐതിഹ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ പാണ്ഡവ തീർത്ഥം എന്ന പേരിലും അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തുന്നത്. ഇതോടെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പിൽഗ്രീം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമലയെ കൂടി സർക്കാർ ഉൾപ്പെടുത്തിയത്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു. അപ്പം ആദ്യത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ആഴിമലയിലേത്. തുടർന്ന് ഞങ്ങള് നമ്മുടെ കോവളം ലൈറ്റ് ഹൗസും വിഴിഞ്ഞം ഒരു അക്വേറിയം ഉണ്ട്, വിഴിഞ്ഞം ഗുഹാക്ഷേത്രമുണ്ട്. അങ്ങനെ അതിന്റെ കുറെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ആ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ഇതോടുകൂടി നിർത്താം അല്ലേ? അപ്പോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ. എങ്കിലേ അടുത്ത വീഡിയോ നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റൂ. ഓക്കെ.